ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ GNMൻ്റെയും ANMൻ്റെയും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും സ്റ്റാർട്ടായിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത് 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ് നമ്മളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം 20-ാം തീയതി നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ അത് ഇന്ന് തന്നെ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ഏതൊക്കെ കോളേജുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ എടുത്തുള്ള കോളേജസിലേക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 2 ഡയറക്ടറേറ്റ്, അതായത് DMA ഉണ്ട്, DHS ഉണ്ട്. DMA എന്ന് പറയുന്നത് ഫുള്ള് നമ്മളുടെ SC/ST സ്റ്റുഡൻസിന്, SC/ST കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. അവിടെ OBC നമ്മുടെ ജനറൽ വിഭാഗങ്ങൾക്കൊന്നും അവിടെ സീറ്റുകൾ അവൈലബിൾ അല്ല. DMAൻ്റെ അണ്ടറിൽ അവൈലബിൾ അല്ല. അവർക്ക് DHS എന്നുള്ള ഡയറക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ DMA എന്ന് പറയുന്നത് നമ്മുടെ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ അതിൽ 3 കോളേജസുകളാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രം. അവിടെ SC സ്റ്റുഡൻസിനായിട്ട് 30 സീറ്റുകൾ, അതായത് ഒരു സീറ്റ് മാത്രം ANM യോഗ്യതയിലുള്ള വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റാണ്. ഒരു സീറ്റ്, അതിലുള്ള ഒരു സീറ്റ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോഴിക്കോട്. അവിടെ സീറ്റുകൾ എണ്ണെന്ന് പറയുന്നത് 30 സീറ്റുകളാണ്. SC വിഭാഗത്തിനായിട്ടാണ് 30 സീറ്റുകൾ. SC സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. രണ്ടാമത് വരുന്നത് കോട്ടയം നഴ്സിംഗ് കോളേജാണ്. അവിടെ ST വിഭാഗത്തിനായിട്ട് 30 സീറ്റുകളുള്ളത്. അങ്ങനെ ടോട്ടൽ DMAയുടെ അണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 90 സീറ്റുകളാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് മേഖലയിലോ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ DHS മുഖേന നടപ്പാക്കുന്ന GNM ANM. ഈ DHSൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസിനും OBC OEC റിസർവേഷനുള്ള എല്ലാ കുട്ടികൾക്കും നമ്മുടെ DHSലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലയിലും സർക്കാർ നഴ്സിംഗ് കോളേജുകൾ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ എന്ന് പറയുന്നത് കോളേജസ് തന്നെയാണ്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരമാണ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് 33 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൊല്ലം കോളേജിൽ 30 സീറ്റുകളും, പത്തനംതിട്ട കോളേജിൽ 27 സീറ്റുകൾ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ 30 സീറ്റുകൾ, ഇടുക്കിയിൽ 25 സീറ്റുകൾ, കോട്ടയം ജില്ലയിൽ 26 സീറ്റുകൾ, എറണാകുളം ജില്ലയിൽ 38, തൃശ്ശൂർ ജില്ലയിൽ 37 സീറ്റുകൾ, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ 30 സീറ്റുകൾ, മലപ്പുറം ജില്ലയിൽ 30 സീറ്റുകൾ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ 73 സീറ്റുകൾ, വയനാട് ഡിസ്ട്രിക്റ്റിൽ 25 സീറ്റുകൾ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ 36 സീറ്റുകൾ, കാസർഗോഡ് 25 സീറ്റുകൾ, SC/ST വിദ്യാർത്ഥികൾക്കുള്ള ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ ആശ്രം കൊല്ലത്ത് 20 സീറ്റുകൾ. അത് SC/ST സ്റ്റുഡൻസിനായിട്ടുള്ളതാണ് ആശ്രം കൊല്ലം കോളേജ് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ നഴ്സിംഗോ DHSൻ്റെ അണ്ടറിൽ 16 ജില്ലയിലും ടോട്ടൽ നഴ്സിംഗ് കോളേജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 485ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്സിലിയറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് JPHN ട്രെയിനിങ് സെൻറ്റർ തൈക്കാവ് ട്രിവാൻഡ്രത്താണുള്ളത്. അത് SC/ST സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. അവിടെ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് 20 സീറ്റുകളാണ്. പിന്നെ ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തളയോളപ്പറമ്പ്, അത് കോട്ടയത്താണ്. പിന്നെ 25 സീറ്റുകൾ അവൈലബിൾ ആണ്.
JPHN ട്രെയിനിങ് സെൻറ്റർ പെരുങ്കോട്ട് കുരിശി, അത് വരുന്നത് പാലക്കാടാണ്. 50 സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ കാസർഗോഡ് 25 സീറ്റുകൾ. അങ്ങനെ നമ്മുടെ ANMൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സ് എന്ന് പറയുന്നത് മൊത്തം സീറ്റുകൾ 120 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോഴ്സിൻ്റെ ദൈർഘ്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റാങ്ക്, അതുപോലെ തന്നെ സയൻസ് ആണോ നോൺ സയൻസ് ആണോ, അതുപോലെ തന്നെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, അതായത് അഡ്മിഷൻ ലഭിക്കുക. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. നമുക്ക് ഏജ് കൂടിയവർക്കായിരിക്കും പ്രയോറിറ്റി ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള നോട്ടിഫിക്കേഷനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നിന്ന് വരെ ബൈ ബൈ.